2023 മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ അത്ഭുതങ്ങൾ സൃഷ്ടിച്ച നടൻ ആരാണെന്നുള്ള ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ. അത് മമ്മൂട്ടി എന്നാണ്. കോവിഡ് കാലത്തിന് ശേഷം തിരഞ്ഞെടുത്ത ചിത്രങ്ങളുടെയും കഥാപാത്രങ്ങളുടെയും വ്യത്യസ്തത കൊണ്ട് 2023 മമ്മൂട്ടി മലയാള സിനിമയിൽ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചു. സംസ്ഥാന സർക്കാരിന്റെ പുരസ്കാരം 8ാം തവണ മമ്മൂട്ടിക്ക് ലഭിച്ച വർഷം കൂടിയാണ് 2023. 4 സിനിമകളാണ് 2023 മമ്മൂട്ടിയുടേതായി പുറത്തിറങ്ങിയത്. ക്രിസ്റ്റഫർ എന്ന ചിത്രം നിരാശപ്പെടുത്തിയെങ്കിലും 2023 സ്വന്തം നിർമ്മാണ കമ്പനിയുടെ തന്നെ 3 വ്യത്യസ്ത സിനിമകളിലൂടെ മമ്മൂട്ടി എന്ന നടനും താരവും കയ്യടി നേടി. വർഷാരംഭത്തിൽ ലിജോ ജോസ് പെല്ലിശ്ശേരി സംവിധാനം ചെയ്ത നൻപകൽ നേരത്ത് മയക്കം, 2023 സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളിലൊന്നായ കണ്ണൂർ സ്ക്വാഡ്, നവംബറിൽ തിയേറ്ററിലെത്തിയ കാതൽ എന്നിവയായിരുന്നു മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ പുറത്തിറങ്ങിയ ചിത്രങ്ങൾ. നൻപകൽ നേരത്ത് മയക്കം എന്ന സിനിമയിലെ അഭിനയത്തിന് മികച്ച നടനുള്ള പുരസ്കാരം സ്വന്തമാക്കിയ മമ്മൂട്ടി ദ്വന്ദ്വ വ്യക്തിത്വങ്ങളിലായി അത്ഭുതപ്പെടുത്തുന്ന പ്രകടനമായിരുന്നു കാഴ്ചവെച്ചത്. ഒരു യഥാർത്ഥ സംഭവത്തെ അടിസ്ഥാനമാക്കി ഒരുക്കിയ കണ്ണൂർ സ്ക്വാഡ് 2023 ഏറ്റവും വലിയ വിജയങ്ങളിൽ ഒന്നായി. 2023 നിന്നും 24 കടക്കുമ്പോൾ ഏറെ പ്രതീക്ഷകളുള്ള ചിത്രങ്ങളുമായിട്ടാണ് സൂപ്പർ താരം എത്തുന്നത്. മലയാളത്തിലും തെലുങ്കിലുമായി 5 ചിത്രങ്ങളാണ് മമ്മൂട്ടിയുടേതായി പുറത്തിറങ്ങാൻ ഉള്ളത്. 2024 മമ്മൂട്ടി ചിത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഭ്രമയുഗം. 2024 മമ്മൂട്ടിയുടെ ഏറ്റവും പ്രതീക്ഷയുള്ള ചിത്രങ്ങളിൽ ഒന്നാണ് ഭ്രമയുഗം. ഭൂതകാലം എന്ന ചിത്രത്തിന്റെ സംവിധായകൻ രാഹുൽ സദാശിവൻ രചനയും സംവിധാനവും നിർവഹിക്കുന്ന ചിത്രത്തിന്റെ പോസ്റ്ററുകൾ ഇതിനോടകം തന്നെ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി കഴിഞ്ഞു. ഭ്രമയുഗത്തിൽ കരിയറിലെ തന്നെ ഏറ്റവും വ്യത്യസ്തമായൊരു വേഷത്തിലാണ് മമ്മൂട്ടി എത്തുന്നത്. ചിത്രത്തിൽ വില്ലൻ വേഷത്തിലായിരിക്കും മമ്മൂട്ടി എത്തുക എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. അർജുൻ അശോകനാണ് ചിത്രത്തിലെ മറ്റൊരു താരം. TD രാമകൃഷ്ണനാണ് ചിത്രത്തിന്റെ സംഭാഷണങ്ങൾ എഴുതിയിരിക്കുന്നത്. 2024 മമ്മൂട്ടിയുടേതായി കാത്തിരിക്കുന്ന മറ്റൊരു ചിത്രമാണ് ടർബോ. കണ്ണൂർ സ്ക്വാഡിന്റെയും കാതൽ ദ കോറിന്റെയും വിജയത്തിന് ശേഷം മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന ടർബോ വൈശാഖാണ് സംവിധാനം ചെയ്യുന്നത്. ഒരു ഇടവേളയ്ക്ക് ശേഷം മമ്മൂട്ടി അച്ചായൻ കഥാപാത്രമായി എത്തുന്ന ചിത്രം കൂടിയാണ് ഇത്. പ്രേക്ഷകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രത്തിന്റെ തിരക്കഥ എഴുതിയിരിക്കുന്നത് മിഥുൻ മാനുവൽ തോമസ് ആണ്. കന്നഡ താരം രാജ് ബി ഷെട്ടിയും തെലുങ്ക് നടൻ സുനിലും ചിത്രത്തിൽ പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട്. പ്രേക്ഷകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന മറ്റൊരു ചിത്രമാണ് ബസൂക്ക. മമ്മൂട്ടിയെ നായകനാക്കി ഡിനോ ഡെന്നീസ് തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന ഗെയിം ത്രില്ലർ ചിത്രമാണ് ബസൂക്ക. മലയാളത്തിൽ അധികം കണ്ടിട്ടില്ലാത്ത പ്രമേയത്തിൽ ഒരുങ്ങുന്ന ചിത്രത്തിൽ മമ്മൂട്ടിക്ക് പുറമെ സംവിധായകനും നടനുമായ ഗൗതം മേനോനും ചിത്രത്തിൽ നിർണായക കഥാപാത്രമായി എത്തുന്നുണ്ട്. ഷൈൻ ടോം ചാക്കോ, ഗായത്രി അയ്യർ, ഈശ്വര മേനോൻ, ദിവ്യ പിള്ള എന്നിവരാണ് മറ്റു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. തിരക്കഥാകൃത്ത് കലൂർ ഡെന്നീസിന്റെ മകനാണ് സംവിധായകനായ ഡിനോ ഡെന്നീസ്. നിമിഷ് രവി ഛായാഗ്രഹണം നിർവഹിക്കുന്ന ചിത്രത്തിന്റെ സംഗീതം ഒരുക്കുന്നത് മിഥുൻ മുകുന്ദനാണ്. 2024 മമ്മൂട്ടിയുടേതായി പുറത്തിറങ്ങാനുള്ള അന്യഭാഷാ ചിത്രമാണ് യാത്ര 2. ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയായിരുന്ന YS രാജശേഖർ റെഡ്ഡിയായി മമ്മൂട്ടി വീണ്ടും എത്തുന്ന ചിത്രമാണ് യാത്ര 2. ആദ്യ ഭാഗത്തിൽ YSRന്റെ ജീവിതകഥ പറഞ്ഞപ്പോൾ രണ്ടാം ഭാഗം ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയായ YS ജഗൻമോഹൻ റെഡ്ഡിയുടെ ജീവിതമാണ് അവതരിപ്പിക്കുന്നത്. ജീവയാണ് ജഗനായി വെള്ളിത്തിരയിൽ എത്തുന്നത്. 1999 മുതൽ 2004 വരെയുള്ള കാലഘട്ടത്തിലെ YSRന്റെ ജീവിതകഥയായിരുന്നു യാത്രയിൽ അവതരിപ്പിച്ചത്. 2004 ആന്ധ്രാപ്രദേശിൽ കോൺഗ്രസ് അധികാരത്തിൽ എത്തുന്നതിന് കാരണമായ പദയാത്രയായിരുന്നു ചിത്രത്തിന്റെ പ്രധാന ഇതിവൃത്തം. YSRന്റെ മരണവും തുടർന്ന് ജഗൻ നേതൃസ്ഥാനത്തേക്ക് എത്തുന്നതിന്റെ കഥയുമാണ് യാത്ര 2 അവതരിപ്പിക്കുന്നത്. അബ്രഹാം ഓസ്ലർ. ജയറാമിനെ നായകനാക്കി മിഥുൻ മാനുവൽ തോമസ് സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് അബ്രഹാം ഓസ്ലർ. ചിത്രത്തിൽ മമ്മൂട്ടിയും ഒരു പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട്. താരത്തിന്റെ റോൾ എന്താണെന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല. ചിത്രം ജനുവരി 21 തിയേറ്ററുകളിലെത്തും.